പ്രണയനിലാവ്. രചന അവതരണം മിത്രവിന്ദ. വൃന്ദയ്ക്ക് ദേഷ്യവും അങ്കലാപ്പും ഒക്കെ കൂടിയ ഒരു ഭാവമായിരുന്നു ശിവ പറയുന്നത് കേട്ടപ്പോൾ. അപ്പോഴേക്കും അവർ വീടെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയ ശേഷം അവൾ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അമ്മക്കുട്ടിയമ്മയും മാളവികയും ഇറങ്ങി വരുന്നുണ്ട്. ആ ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാളു. നമ്മുടെ അമ്പലമൊക്കെ ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. വലിയ ആളും ബഹളവും ഒന്നുമില്ല. ആണോ? ഇന്ന് ഇടദിവസം ആയോണ്ടാ. പിന്നെ നിങ്ങൾ കാലത്തെ പോയില്ലേ, അതാ. ഇത്തിരി കഴിഞ്ഞാൽ നല്ല ആൾ വരും. വൃന്ദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാളു അകത്തേക്ക് കയറി. ശ്രീദേവിയുടെ അച്ഛനും അമ്മയും അവിടെയുണ്ട്. അവർക്ക് രണ്ടാൾക്കും ചായ കൊടുക്കുകയാണ്. വൃന്ദ ചെന്നിട്ട് അവരോട് ഇത്തിരി നേരം സംസാരിച്ച് നിന്നു. എടതി, ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് ഇപ്പം വരാമേ. ആ, ചായ എടുത്തു വയ്ക്കാം, പോയിട്ട് വാ. വൃന്ദ റൂമിലെത്തിയപ്പോൾ ശിവ ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പിന്തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവനാണെങ്കിൽ അവൾ വന്നതൊന്നും അറിഞ്ഞില്ല. ശബ്ദമുണ്ടാക്കാതെ വൃന്ദ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാറ്റിയിട്ടിരുന്ന ഡ്രസ്സ് എടുത്തിട്ട് ഡോർ അടച്ച് കുറ്റിയിട്ടു. വേഷമൊക്കെ മാറ്റിയ ശേഷം മുഖമൊക്കെ ഒന്ന് കഴുകി. എന്നിട്ട് മുടിയൊന്നും മെടഞ്ഞിട്ടുകൊണ്ട് അവൾ ഡോർ തുറന്നിറങ്ങി. ശിവയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി കാണുമെന്ന് അവൾ ഊഹിച്ചു. മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നതും ശിവയുടെ ഇരു കൈകളും അവളുടെ അണിവയറിൽ ബന്ധനം തീർത്തു. ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയ വൃന്ദയുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അവളെ തിരിച്ചു നിർത്തിയപ്പോൾ കൃത്യം അവൾ വന്ന് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. കണ്ണേട്ടാ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അങ്ങോട്ട് മാറിക്കേ. അവൾ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഡി, കുറച്ചു മുന്നേ എന്നെ എന്തോ വന്ന് ഇടിച്ചിട്ട് പോയില്ലേ? എനിക്ക് ആ ആളോട് പ്രതികാരം ചെയ്യണം. ആരായിരുന്നു അയാൾ? ഒന്ന് പറഞ്ഞു തന്നേ. ശിവ പറഞ്ഞത് കേട്ടപ്പോൾ വൃന്ദയുടെ മുഖം ചുവന്നു. എന്നിട്ടും കലിപ്പ് ഭാവത്തിൽ അവൾ അവനെ ചൂഴ്ന്നു നോക്കി. പറയൂ വൃന്ദ, ആരായിരുന്നു എന്നെ ഇടിച്ചത്? അറിഞ്ഞു അറിയാതെ ഒരു തെറ്റുപോലും ചെയ്യാത്ത ഞാൻ പിന്നെന്തിനാ എന്നോട് അയാൾ ഈ പണി കാണിച്ചത്? എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? ഒന്ന് മാറിക്കാൻ മര്യാദയ്ക്ക്. അവൾ പിന്നെയും അവനെ മാറ്റാൻ ഒരു ശ്രമം കൂടി നടത്തി. ഇല്ല, മാറില്ല. എനിക്കുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം, പോരെ? അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ വൃന്ദ സർവശക്തിയും പ്രയോഗിച്ച് അവനെ മാറ്റിയിട്ട് ഡോർ തുറക്കാൻ ഓടി. ഡി, ഇന്ന് രാത്രി ഞാൻ അയാളെ കണ്ടുപിടിക്കും. എന്നിട്ട് ഞെക്കിക്കൊല്ലും. ഈ ശിവശങ്കരൻ്റെ കയ്യിൽ കിടന്ന് പിടയും. നീ കണ്ടോ മോളെ, ഞാൻ ആരാണെന്ന് അറിയിച്ചു കൊടുക്കും. അവൻ വിളിച്ചു പറഞ്ഞത് കേട്ടുകൊണ്ട് വൃന്ദ താഴേക്ക് സ്റ്റെപ്പിറങ്ങിപ്പോയി. ഒരു ചിരിയോടെ അവളുടെ ഓട്ടപ്പാച്ചിൽ നോക്കിക്കൊണ്ട് അവനും നിന്നു. നേരായ മാർഗത്തിൽ പറ്റില്ല മോളെ. നിന്റെ അടുത്തേ ഈ പ്രയോഗങ്ങളൊക്കെ മാത്രമേ നടക്കൂ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ടും ശ്രീപ്രിയയ്ക്ക് ഒരു ഉഷാറും തോന്നിയില്ല. കാലത്തെ ഫോണെടുത്ത് നോക്കിയപ്പോൾ കണ്ടു ആദിയുടെ മെസ്സേജ്. 10 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നിന്റെ തീരുമാനം എനിക്കറിഞ്ഞേ പറ്റൂ. അത് വായിച്ചതും അവളുടെ നല്ല ജീവൻ പിന്നെയും പോയി. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ ആകെ സങ്കടത്തിലാണ്. പൊന്നി, സുമലത വന്നിട്ട് മകളുടെ തോളി തട്ടിയപ്പോഴാണ് അവൾ അമ്മ വന്ന് നിൽക്കുന്നത് പോലും കണ്ടത്. നീ ഇതേത് ലോകത്താ പെണ്ണെ? ഞാൻ വിളിച്ചതുപോലും കേട്ടില്ലേ? അതമ്മേ, വല്ലാത്ത തലവേദന. പനിക്കാനാണോന്നറിയില്ല. ക്ഷീണം കാരണം വയ്യ. പെട്ടെന്ന് സുമലത മകളുടെ നെറ്റിമേൽ കൈവച്ച് നോക്കി. പനിയൊന്നുമില്ല, ഇനി ഉള്ളിലാണോ ആവോ? അവർ സ്വയം പറഞ്ഞു. അറിയില്ല, എനിക്ക് ഒട്ടും വയ്യ. ഞാൻ ഇത്തിരി നേരം കൂടി കിടക്കട്ടെ. പ്രിയ വീണ്ടും തന്നെ റൂമിലേക്ക് പോയി. മകൾക്ക് വയ്യെന്നുള്ള കാര്യം സുമലത സുരേഷിനോട് പറയുന്നത് അവൾ കേട്ടിരുന്നു. മോളെ, അച്ഛയുടെ പൊന്നിക്ക് എന്തു പറ്റിയിടാ? സുരേഷ് റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒരാഴ്ചയായിട്ട് ഈ ഓട്ടപ്പാച്ചിലൊക്കെ അല്ലായിരുന്നോ അച്ഛാ? അതിൻ്റെ ആണോന്നറിയില്ല, ആകെ ക്ഷീണം. പാരസെറ്റമോൾ ഇരിപ്പുണ്ടോ മോളെ? ഓവ്. എന്നാൽ പിന്നെ എന്തെങ്കിലും ഗുളിക കഴിക്ക്, എന്നിട്ട് മോള് കിടക്ക്. അവൾ തലകുലുക്കി. അച്ഛൻ അരികിൽ നിന്ന് പോയതും അവളുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു തൂകി. ഈ പാവങ്ങളെ ഉപേക്ഷിച്ച് താൻ ആദിയോടൊപ്പം ഇറങ്ങിപ്പോയാൽ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ ആദി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആദിയെ. ടീച്ചറാ, ഒന്നും മേലാത്ത അവസ്ഥയായല്ലോ. ഭ്രാന്ത് പിടിക്കും പോലെ അവൾക്ക് തോന്നി. മോളെ പൊന്നി, ഈ ദോശ കഴിക്ക്, എന്നിട്ട് ഗുളിക കഴിച്ചാൽ മതി. വെറും വയറ്റിലാണ് ഗ്യാസ് കയറാൻ സാധ്യതയുണ്ടേ.
സുമ വന്നിട്ട് അവൾക്കൊരു ദോശയും ചമ്മന്തിയും ഒക്കെ കൊടുത്തു. അമ്മേ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, വിശപ്പില്ലാഞ്ഞിട്ടാ അമ്മേ. എന്ന് പറഞ്ഞാൽ ഒക്കില്ല കൊച്ചേ, കഴിക്ക്. അവർ ഒരു കഷ്ണം മുറിച്ചെടുത്ത് മകളുടെ വായിൽ വെച്ചു. വേണ്ടായിരുന്നമ്മേ. ദേ പൊന്നി പറയുന്ന കേക്ക്. അവർ ശ്രീപ്രിയയുടെ നേർക്ക് കണ്ണുരുട്ടി. എന്നിട്ടൊരു ദോശ മുഴുവനും കഴിപ്പിച്ചു. ശേഷം ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഫോൺ റിങ് ചെയ്തപ്പോൾ പൊന്നിക്ക് ഹൃദയം പെരുമ്പറ കൊട്ടി. എടുത്തു നോക്കിയതും അവളുടെ മുഖം പ്രകാശിച്ചു. ചേച്ചിയായിരുന്നു. ഹലോ ചേച്ചി. ആ മോളെ, നിനക്ക് എന്തു പറ്റി? അച്ഛൻ പറഞ്ഞല്ലോ പനി പിടിച്ചെന്ന്. നേരാണോടാ? വൃന്ദ ആകുലതയോടെ ചോദിച്ചു. ഏയ്, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. തലവേദനയുണ്ട്, പിന്നെ ചെറിയ പനി. മോളെ വെച്ചോണ്ടിരിക്കല്ലേ, നീ വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നോക്കിയേ. വേണ്ട ചേച്ചി, ഞാൻ ഗുളിക കഴിച്ചു. നോക്കട്ടെ കുറയുമെന്ന്, എന്നിട്ട് പോകണമെങ്കിൽ പോകാം. ചേച്ചിയോട് സംസാരിച്ച് നിന്നപ്പോൾ അവൾക്ക് ഇത്തിരി സമാധാനം തോന്നി. അവിടെ എല്ലാവരും എന്തു പറയുന്നു? വല്യേട്ടൻ എവിടെ? ഏട്ടൻ റൂമിലുണ്ട്. ഞാൻ ശ്രീദേവി ചേച്ചിയുടെ കൂടെയാ മോളെ. അതെയോ? മാളവിക എവിടെ? മാളവിടെ ഉണ്ട്, ആരോ ഫോൺ ചെയ്യുക. ചേച്ചി കഴിച്ചോ? ഊവ്, ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. മണി 10 വൃന്ദ പറഞ്ഞത് കേട്ടപ്പോൾ ശ്രീപ്രിയ ക്ലോക്കിലേക്ക് നോക്കി. 10 മണിയാവാൻ 5 മിനിറ്റ് കൂടി. ചേച്ചി, എന്നാൽ പിന്നെ ഞാൻ വെച്ചോട്ടെ? ആ വെച്ചോ മോളെ, നീ സൂക്ഷിക്കണേ. നന്നായി വെള്ളമൊക്കെ കുടിച്ചോണം. ഭക്ഷണം വേണ്ടെങ്കിലും എന്നതെങ്കിലും ഇത്തിരി കഴിക്കുക കേട്ടോ. ആ ശരി ശരി. വൃന്ദ കട്ട് ചെയ്യും മുന്നേ ആദിയുടെ കോൾ ശ്രീപ്രിയ തേടിയെത്തി. ഹലോ ആദി. ശ്രീപ്രിയയുടെ ചിലമ്പിച്ച നാദം അവൻ കേട്ടു. എന്താടാ, നിനക്ക് എന്തു പറ്റി? ശബ്ദമൊക്കെ വല്ലാണ്ട്. ചെറിയ പനി പോലെ, കുഴപ്പമില്ല, മാറിക്കോളും. മെഡിസിൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഗുളിക ഇരിപ്പുണ്ട്, ഞാൻ കഴിച്ചു. ശ്രദ്ധിക്കണം കേട്ടോടാ, ഇപ്പോഴത്തെ പനിയെന്നൊക്കെ പറയുന്നത് കുറച്ച് കുഴപ്പം നിറഞ്ഞ കേസാണ്. ആ, അവൾ പിന്നെയും മൂളി. പ്രിയ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോടാ? ആദ്യം ചോദിക്കുമ്പോൾ പ്രിയ മൗനം പൂണ്ടു. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങി വരാൻ നിനക്ക് സങ്കടമാണെന്നറിയാം. പക്ഷേ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. എനിക്ക് നിന്നെ പിരിയാൻ വയ്യടി, അതല്ലേ? ആദ്യം പറയുന്ന കേട്ടതും അവൾക്ക് കരച്ചിൽ വന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. അവൻ പറഞ്ഞപ്പോൾ പ്രിയയ്ക്ക് ശ്വാസത്താളം വർദ്ധിച്ചു. എടോ, ഞാൻ എൻ്റെ അമ്മയും കൂട്ടി അങ്ങോട്ട് വരാം. വന്നിട്ട് നേരെ കല്യാണം ആലോചിക്കാം. അമ്മയോട് ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിച്ചു. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് ഉറപ്പ് നൽകാൻ നിൻ്റെ വീട്ടുകാർ സമ്മതിക്കണം. ആദ്യം പറഞ്ഞു നിർത്തി. അവൻ പറയുന്ന കേട്ടപ്പോൾ പ്രിയയ്ക്ക് സമാധാനമായി. ആദി, അമ്മ സമ്മതിച്ചോ? സത്യമാണോ? അമ്മയിൽ നിന്നൊരു വലിയ പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞത്. പക്ഷേ അമ്മ ഒരൊറ്റ കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. യാതൊരു കാരണവശാലും വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് രജിസ്റ്റർ മാരേജ് നടത്തുന്ന കാര്യമൊന്നുമില്ല. നേരെ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിച്ച് അവരുടെ സമ്മതത്തോടെ രണ്ടാളുടെയും മോതിരമാറ്റമെങ്കിലും നടത്തി വയ്ക്കാൻ പറഞ്ഞു. നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മതി വിവാഹം. പക്ഷേ ഞാൻ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ടേ? അതുകൊണ്ട് വിവാഹ നിശ്ചയം നടത്താം. എന്താണ് നിൻ്റെ അഭിപ്രായം? ആദ്യം അമ്മയായിട്ട് വാ. ഇവിടെ എൻ്റെ അച്ഛനോട് സംസാരിക്കാം. എന്തായാലും രണ്ടിലൊന്നറിയാലോ. ആ പിന്നെ, നിൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ, അങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഓക്കെ. എന്തായാലും ഞാനും എൻ്റെ അമ്മയും ഉച്ചയ്ക്ക് മുന്നേ എത്തും കേട്ടോ. വേറെ ആരെങ്കിലും ഉണ്ടോ ആദി? ചിലപ്പോൾ എൻ്റെ വല്യച്ഛനും കൂടി കാണും, അച്ഛൻ്റെ മൂത്ത ഏട്ടൻ. ഡി പെണ്ണെ. എന്താ ആദികേശവ? അവൾ ചിരിയോടെ ചോദിച്ചു. ഇന്നലെ രാത്രിയിൽ എത്രമാത്രം സങ്കടപ്പെട്ടു എന്നോ. നിന്നെ ഓർത്ത് കുറേ കരഞ്ഞു. രാവിലെയാണ് അമ്മ പറഞ്ഞത് പോയി പെണ്ണ് ചോദിക്കാമെന്ന്. ഓ, ആ ഒരു നിമിഷം ഓർക്കുമ്പോൾ ഇപ്പോഴും രോമാഞ്ചമടി. ആദി പറയുന്ന കേട്ടതും അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു വന്നു. ആദി, എന്നാടി ചക്കരെ? എനിക്കും ഒരിക്കലും നിന്നെ പിരിയാനാവില്ലാതി. അത്രയ്ക്ക് ജീവൻ്റെ ജീവനാ. ആദിയുടെ അതേ അവസ്ഥയായിരുന്നു എനിക്കും.
കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം പ്രാർത്ഥിച്ചു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. ആ, എല്ലാം നല്ലതിനാണെന്ന് കരുതാം. ഞാൻ വെച്ചേക്കാം പെണ്ണേ, ചെറിയൊരു ഓട്ടമുണ്ട്. പിന്നെ അമ്മായിയമ്മ വരുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്നോണം കേട്ടോ. ഒറ്റ നോട്ടത്തിൽ അമ്മ ഫ്ലാറ്റാകണം. ചിരിയോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ആദി, എന്താടാ? ഐ ലവ് യു ആദി. വരവ് വെച്ചിട്ടുണ്ട്. അവൻ ചിരിച്ചു. എടി, നീ ആദിയെന്ന് വിളിക്കല്ലേ, ആദ്യമായിട്ടാന്ന് മാത്രം വിളിച്ചാൽ മതി. എൻ്റെ അമ്മ കൂടെ ഉള്ളത് കൊണ്ടാ. ഓക്കെ ഓക്കെ, സമ്മതിച്ചു മനുഷ്യ. ആ, എന്നാലേ ആദ്യമായിട്ടാന്നൊന്ന് വിളിച്ചേ, കേൾക്കട്ടെ. ഇപ്പം തൽക്കാലം കേൾക്കണ്ട, സമയമാകുമ്പോൾ ഞാൻ കേൾപ്പിച്ചോളാം. ഡീ, അവൻ എന്തെങ്കിലും പറയും മുന്നേ പ്രിയ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ആശ്വാസത്തോടെ കിടക്കയിലേക്ക് അമർന്നിരുന്നു. കൃഷ്ണ, ഭഗവാനെ രക്ഷിക്കണേ, എൻ്റെ ആദ്യം എനിക്ക് ഭർത്താവായി തരണേ നീ. വൃന്ദ, ശിവ വിളിക്കുന്ന കേട്ടുകൊണ്ട് വൃന്ദ തിരിഞ്ഞു നോക്കി. അവൾ മന്ത്രകൂടിയും ഫംഗ്ഷൻ ഇട്ടിരുന്ന ഡ്രസ്സുമൊക്കെ എടുത്ത് വെയിൽ കൊള്ളിക്കുകയാണ്. അപ്പോഴാണ് ശിവയുടെ ശബ്ദം കേട്ടത്. അവൻ എവിടെയോ പോകാനായി തയ്യാറെടുത്ത് വരികയാണ്. ഡോ, എനിക്ക് ഓഫീസിലേക്കൊന്ന് പോകണം, താൻ വരുന്നുണ്ടോ? ഇല്ല. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. വെറുതെ ഇരിക്കുമല്ലേ, താനും കൂടി പോരടോ. വേണ്ട, കണ്ണേട്ടൻ പോയിട്ട് വാ. ആ, എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണം. മുണ്ടക്കൻ്റെ ഷോപ്പിൻ്റെ പണി അത്യാവശ്യമായിട്ട് നോക്കണം. അയാളിപ്പോൾ വിളിച്ചു. അവൾ മൂളി. ശിവ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരു പുതിയ കോഫി കഫേ തുടങ്ങുകയാണ് മുണ്ടക്കൽ ഗ്രൂപ്പ്. അയാൾക്ക് ഒരുപാട് ബേക്കറികളും ഫ്രൂട്ട് ഷോപ്പും ഒക്കെ ഉണ്ട്. മിക്കവാറും ഷോപ്പുകളുടെ വർക്ക് ശിവയ്ക്കായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. അയാൾക്കാണെങ്കിൽ ഈ മാസം തന്നെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ കുറച്ച് തിരക്കിലാണ് ശിവ. ഈ കാര്യങ്ങളെല്ലാം തന്നെ വൃന്ദയ്ക്ക് അറിയുകയും ചെയ്യാം. ശിവ പോകുന്നത് നോക്കി ഇത്തിരി നേരം കൂടി നിന്നിട്ട് വൃന്ദ അകത്തേക്ക് കയറി വന്നു. ശ്രീദേവി ചേച്ചിയുടെ അച്ഛനും അമ്മയും പോകാനിറങ്ങുവാണ്. അവരും വന്നിട്ട് 2-3 ദിവസമായി. ഗൗതം അവരുടെ ബാഗൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു. വൃന്ദ, അച്ഛനെയും അമ്മയും വീട്ടിലേക്കാക്കാൻ പോവാട്ടോ. ഗൗതം പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി. മോളെ, ഇടയ്ക്കൊരു ദിവസം നേരം പോലെ 2 ആളും വരണം. കണ്ണനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏടത്തിയുടെ അമ്മ വൃന്ദയുടെ കൈക്ക് പിടിച്ച് കുലുക്കി. വരാം അമ്മേ, തീർച്ചയായും വരാം. അമ്മക്കുട്ടിയമ്മയും ശ്രീദേവി ഏട്ടത്തെയും കൂടി എന്തൊക്കെയോ കവറുകൾ ഇറക്കിക്കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചു. കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ഏട്ടത്തിയുടെ അച്ഛൻ മുറ്റത്തൂടെ നടന്നു. ഗൗതം വണ്ടിയിൽ കയറിയപ്പോൾ വൈകാതെ അവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു. തുടരും.